യാ അയ്യുഹൻ നബി, ഏ നബിയെ, ഖുൽ ലി അസ്വാജിക്, നീ നിന്റെ പത്നിമാരോട് പറയുക, വബനാതിക്, നിന്റെ പെൺമക്കളോട് പറയുക, വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പത്നിമാരോട് അഥവാ മുഅ്മിനാത്തുകളോട്, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയുക, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ ജിൽബാബുകൾ അവരുടെ തലക്ക് മുകളിലൂടെ അവരുടെ മുഖം മറയുന്ന രീതിയിൽ അവരുടെ മാറിലൂടെ താഴ്ത്തിയിടാൻ പറയുക. ദാലിക അദ്നാ അയ്യുറഫ്ന ഫലാ യുദൈൻ, അതാണ് അവർക്ക് ഏറ്റവും അവർ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന നല്ല സ്ത്രീകളാണെന്നറിയാനുള്ള അടയാളമാണ്. അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണത്. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. അതേ സഹോദരിമാരെ, ഇനി ആർക്കെങ്കിലും ജിൽബാബ് എന്ന വാക്കിന്റെ അർത്ഥത്തിൽ മുഖം മറക്കുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ മനസ്സിലാക്കുക, ഖുർആനിനെയും ഹദീസിനെയും ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും ഉത്തമ സമുദായമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളാണ്. സ്വഹാബികളിൽ ഖുർആനിനെ കുറിച്ച് ഏറ്റവും അറിവുള്ള, ഖുർആനിന്റെ തഫ്സീർ ഏറ്റവും നന്നായി അറിയുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അമറല്ലാഹു നിസാഅൽ മുഅ്മിനീൻ, അതാ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ സ്ത്രീകളോട്, സത്യവിശ്വാസിനികളോട് അല്ലാഹു തആല കൽപ്പിച്ചു, ഇദാ ഖറജ്ന മിൻ ബുയൂതിഹിന്ന ഫീ ഹാജ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവരുടെ വീട്ടിൽ നിന്ന് അവർ പുറത്തേക്ക് പോവുകയാണെങ്കിൽ, അയ്യുഗത്തിയന്ന വുജൂഹഹുൻ മിൻ ഫൗഖി റൂസിഹിൻ ബിൽ ജലാബീബ്, അവരവരുടെ മുഖം ജിൽബാബ് കൊണ്ട് മറക്കാൻ ഇതാ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. അവരെ തലക്ക് മുകളിലൂടെ ജിൽബാബ് കൊണ്ട് കണ്ണ് കാണാൻ വേണ്ടി കണ്ണിന് മാത്രം വെളിവാക്കാവുന്ന ഒരു ഭാഗം മാത്രം വിട്ടൊഴിച്ച്. അതേ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിലൂടെ ഏതൊരാൾക്കും, പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, അവർക്ക് ഏറ്റവും നല്ല ജീവിതത്തിന് പരലോക വിജയത്തിനുള്ള നിയമങ്ങൾ ഇതാ ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് അതനുസരിക്കലാണ് നമുക്ക് ഏറ്റവും രക്ഷയായിട്ടുള്ള മാർഗം. അതുകൊണ്ട് സഹോദരിമാരോട്, ദുനിയാവിന്റെ ആളുകൾ നിങ്ങളുടെ സൗന്ദര്യം വെളിവാകാൻ വേണ്ടി, അവരുടെ ചൂഷണത്തിന് ഇരയാക്കാൻ വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള നിയമങ്ങൾ പഠിപ്പിക്കാതെ അല്ലെങ്കിൽ ഇത് തെറ്റിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ, സഹോദരിമാരെ നിങ്ങൾ ചിന്തിക്കുക, ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങുക, സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ ദീനിനെ മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.